ഒന്നാമത് സാമ്പത്തിക ഇടപാട് നടത്തി തട്ടിപ്പിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പോവില്ല. അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് എന്നെക്കുറിച്ച് അറിയാവുന്ന, മാത്രമല്ല ഞാൻ സർവീസിലിരുന്നപ്പോൾ അത് സർക്കാർ ചെലവിൽ ഓഡിറ്റ് ചെയ്ത് കരിയർ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ മുഖവിലക്ക് എടുക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കാലം കൊണ്ട് അത് മനസ്സിലാവും, അല്ലെങ്കിൽ സമയം കൊണ്ട്, ചിലപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാവും. ഇതിലെ വാർത്തയിൽ കണ്ട കാര്യങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ 3 പേരും ജയിച്ചിരിക്കുകയാണ് MLA-മാർ. 35 വർഷത്തിന് ശേഷമാണ് ഉദുമ ജയിച്ചിരിക്കുന്നത് UDF. ഈ 3 MLA-മാരോട് ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ടെന്നും EVM ഹാക്ക് ചെയ്യാമെന്നും ആണ്. കൗണ്ടിങ്ങിന് ഒരാഴ്ച മുമ്പാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തതെന്നാണ് പറയുന്നത്. പോളിംഗ് എത്രയോ 1-1.5 മാസം മുമ്പേ നടന്നതാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ വെറ്റ് ചെയ്തതും ഫില്ല് ചെയ്തതും നോട്ടറൈസ് ചെയ്തതും ഞാനാണ്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് നോമിനേഷൻ തയ്യാറാക്കാൻ വന്ന കോട്ടയം ജില്ലക്കാരനായ കാഞ്ഞങ്ങാട് സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായിട്ടും കോട്ടയത്തെ ഒരു കോമൺ ഫ്രണ്ടായ അഭിഭാഷകൻ മുഖേന വന്നതിനാൽ പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ ഓഫീസിലെ സമയം ചെലവഴിച്ച് ഞാൻ അവരുടെ രേഖകളൊക്കെ കൃത്യമാക്കി നോമിനേഷൻ തയ്യാറാക്കിയത് ഞാനാണ്. അതുപോലെ മഞ്ചേശ്വരം MLA AKM അസ്രഫിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയത് എൻ്റെ ഓഫീസിലെ എൻ്റെ പാർട്ട്ണറായ അഭിഭാഷകൻ വിനോദും അത് നോട്ടറൈസ് ചെയ്ത് ഞാനാണ്. 23/3 ഞാനത് നോട്ടറൈസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 23 അന്ന് കണ്ട AKM അസ്രഫിനെ മാർച്ച് 23 ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, പ്രചരണ കാലത്ത് പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം വരും. കാരണം ഞാൻ ഉദുമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുപോലെ കാസർഗോഡ് MLA കലക്ടർ മാഹിൻ, അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ ഞാൻ തയ്യാറാക്കി, ഞാൻ നോട്ടറൈസ് ചെയ്തത് 22-ാം തീയതി രാത്രി 11 മണിക്ക് ശേഷം കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വന്ന് അവർ തയ്യാറാക്കിയത് പരിശോധിച്ച് 12 മണിക്ക് ശേഷം 23-ാം തീയതിയുടെ ഡേറ്റ് വെച്ച് തിരിച്ചു പോയി എൻ്റെ ഓഫീസിൽ വെച്ച് ഒപ്പിടുകയാണ് ചെയ്തത്. ആ 23/3 ശേഷം കാസർഗോഡ് MLA കലക്ടർ മാഹിനെ ഞാൻ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പോലും കാസർഗോഡ് മണ്ഡലത്തിൽ ഞാൻ കാലുകുത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഉദുമയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ ലീഗിൻ്റെ KA ബക്ര നമുക്കൊന്ന് മഞ്ചേശ്വരം കാസർഗോഡ് വരെ ഒന്ന് കറങ്ങി വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ച ഞാൻ, എനിക്ക് ഇവിടുത്തെ വർക്ക് മുടങ്ങും, നിങ്ങൾ പോയി വാ എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞത് മാർച്ച് 2026 മാർച്ച് 23 ശേഷം ഈ 2 പേരെയും ഞാൻ കാണുകയോ വിളിക്കുകയോ സമീപിക്കുകയോ ഇത്തരം ഒരു കാര്യം ഉണ്ടാവുകയോ അത്തരം ഒരു വിഡ്ഢിത്തം ഞാൻ പറയുകയോ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. അപ്പോൾ മറിച്ച് പറയേണ്ടത് ഈ 2 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 2 MLA-മാരാണ്. ഇനി ഉദുമയുടെ കാര്യം പറയാം. സ്വാഭാവികമായിട്ടും ചീഫ് ഇലക്ഷൻ ഏജൻറ് എന്ന നിലയിൽ ഉദുമ സ്ഥാനാർത്ഥിയുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പൊയ്നാഴ്ചയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഞാൻ സ്ഥിരമുണ്ടാവും, എന്നെ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീം, അവരെ ഞാൻ എൻ്റെ അഡീഷണൽ ആയിട്ടുള്ള വെറുതെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലാണ് ആ ടീമിനെ താമസിപ്പിച്ചത്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ആ വീട് വെറുതെ കൊടുത്തതാണ്. ആ വീടിൽ
പൂട്ടിക്കിടക്കുന്ന വീടിന് ഇങ്ങനെ നൽകിയപ്പോൾ ഒരു വാടക പോലും വാങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ പാർട്ടിയാണ്, എൻ്റെ സംഘടനയാണ്, എൻ്റെ സ്ഥാനാർത്ഥിയാണ്. 35 വർഷമായി ഉദുമയിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ UDF ജയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീമിനെ ഞാൻ എൻ്റെ വസതിക്കടുത്തുള്ള, ഇവിടെയുള്ള പലർക്കും അറിയാം വസതി, പൂട്ടിക്കിടക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തും സോഷ്യൽ മീഡിയ താമസിച്ചിരുന്നത്. അത് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് ബ്രദറിനോട് പറഞ്ഞ് ഈ വീട് ഒന്ന് വാടകയ്ക്ക് തരണം. അന്ന് വാടകയ്ക്കാണ്, അന്ന് വാടക അവർ തമ്മിൽ സംസാരിച്ച് കൊടുത്തിരുന്നു. സാധാരണ ഇതിൽ അങ്ങനെ ഒരു ഉപയോഗിക്കപ്പെടുന്ന വീടല്ല. അപ്പോൾ ഇത്ര പോലും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ 3 പേരിൽ 2 പേരെ ഞാൻ മാർച്ച് 23 ശേഷം, 2026 മാർച്ച് 23 ശേഷം ഇന്നേ വരെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇന്ന് 24 ഇന്നേ വരെ ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ഞാൻ ആരെങ്കിലും വിട്ട് സംസാരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് മറുപടി, ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്, എനിക്കറിഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും അങ്ങനൊരു പരാതി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഉദുമയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ്. കാരണം ഉദുമയിൽ 35 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ ഉദുമയിലെ സ്ഥാനാർത്ഥി പറയണം, ഞാനിങ്ങനെ കാശ് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാശ് ആവശ്യപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ കാസർകോട്ടെ സ്ഥാനാർത്ഥി പറയണം. അതല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി, 3 ജയിച്ചതുകൊണ്ട് ആ 3 MLA-മാരും പറയണം, ഞങ്ങളോട് കാശ് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ BM ജമാൽ അപ്രോച്ച് ചെയ്തിരുന്നു. ഞാൻ 2001 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. രാഷ്ട്രീയത്തിൽ വലിയ മോഹമുള്ള ആളൊന്നല്ലായിരുന്നു. കാരണം ഞാൻ KSU പ്രസിഡൻറ്റ്, എന്നെ KSU ജില്ലാ പ്രസിഡൻ്റ് ആക്കിയപ്പോഴേ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ KSU ജില്ലാ പ്രസിഡൻറ്റിന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പകരം കണ്ടെത്തിയ ആളാണ് ഇന്ന് നമ്മുടെ ഉദുമയിലെ MLA. അന്ന് അദ്ദേഹം KSU ജില്ലാ പ്രസിഡൻ്റായി വളർന്ന് ജനകീയനായി ഇന്ന് ഉദുമയിലെ MLA ആണ്. 1995 മുതൽ 2001 വരെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെ മോഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 2001 ഞാൻ വഖഫ് ബോർഡ് CEO ആയിട്ട് സെലക്ഷൻ കിട്ടുമ്പോൾ ഞാൻ പോകണ്ടായിരുന്നു.